ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. ആ പ്രഖ്യാപനം തിരുത്താൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ചാനൽ അവതാരിക അവസരം നൽകിയെങ്കിൽ പോലും ആ അവസരവും അദ്ദേഹം ആ പ്രഖ്യാപനം ആവർത്തിക്കുന്നതിനാണ്, അതിനെ ന്യായീകരിക്കുന്നതിനാണ് ഉപയോഗപ്പെടുത്തിയത്. जो राइट विंग एक्सट्रीमिज्म है, चरमपंथी मानसिकता है, उसने गांधी जी को गोली मार दी। आज फिर से वही राइट विंग एक्सट्रीमिज्म राहुल गांधी को धमकी दे रहा है। भारतीय जनता पार्टी के प्रवक्ता ने टीवी पर आकर कहा कि राहुल गांधी की छाती पर गोली मार दी। നമസ്കാരം. ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 ഡിബേറ്റിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ BJP സംസ്ഥാന വക്താവ് കൊലവിളി നടത്തിയത്. 4 ദിവസം പിന്നിട്ടിട്ടും പരാമർശം പിൻവലിക്കാൻ BJP വക്താവ് തയ്യാറായിട്ടില്ല. കൊലവിളി പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്ന പ്രിന്റു മഹാദേവിനെതിരെ നടപടിയെടുക്കാനോ തിരുത്താനോ BJP നേതൃത്വവും തയ്യാറായിട്ടില്ല. നിയമസഭയ്ക്കുള്ളിലും ദേശീയ തലത്തിൽ വരെയും ഈ വിഷയം ഉന്നയിച്ച കോൺഗ്രസ് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെയും ചോദ്യം ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാറിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആക്രമണമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ BJP മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? കൊലവിളി പ്രസംഗത്തിന് BJP വക്താവിന് പാർട്ടിയുടെ പിന്തുണയോ? കൊലവിളിയിൽ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനും വൈമുഖ്യമോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എനിക്കൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ നിജേഷ് അരവിന്ദ് പങ്കെടുക്കും. ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ MN കാരശ്ശേരി നിരീക്ഷകൻ, ഒപ്പം മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കോണിൽ നിന്നും ഇതുപോലെയുള്ള പല ഭീഷണികളും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്നുണ്ട്. പക്ഷേ ഇത് നോക്കൂ, ഒരു ചാനൽ ചർച്ചയിലാണ് BJPയുടെ ഔദ്യോഗിക വക്താവാണ് ഇത്തരം ഒരു ഭീഷണി മുഴക്കിയത്. 4 ദിവസം കഴിഞ്ഞതിന് ശേഷവും അത് തിരുത്തപ്പെടുന്നില്ല എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ ജോർജ് പൊടിപ്പാറ? തീർച്ചയായിട്ടും ഇതൊക്കെയിടയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വാക്കൊക്കെ ഇങ്ങനെ വാക്കിലൊക്കെ വീഴ്ച ഉണ്ടാകാം, അല്ലെങ്കിൽ തെറ്റാകാം, അല്ലെങ്കിൽ പരിധി വിടാം. ഇതൊക്കെ ശരിയാണ്, അങ്ങനെ സംഭവിക്കാം. നമുക്കതിനെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ വരുന്നത് പോലും തെറ്റാണ് എങ്കിൽ പോലും അതൊരു വികാര തള്ളിച്ചയിൽ വന്നതാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട കയറും എന്ന് അദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ കേട്ടതാണ്. അത് ഒരു അതിരുവിട്ട പ്രസ്താവനയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ലഡാക്കിലെ പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം പറയുന്നു, അവിടെ ജൻസി പ്രക്ഷോഭം നടക്കുന്നു, ആ പ്രക്ഷോഭത്തിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹത്തിന്റെ കലാപാഹ്വാനമാണെന്നുള്ള രീതിയിൽ സമർത്ഥിക്കാനാണ് ശ്രമം നടക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ പറയാൻ തക്ക പോലെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരസ്യമായ കലാപാഹ്വാനം നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രതിനിധി അന്ന് ശ്രീ റോണി കെ ബേബി എത്ര പക്വതയോടെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം ഒരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് അങ്ങനെ ഒരു ആഹ്വാനം, ഇപ്പൊ ബംഗ്ലാദേശിലോ നേപ്പാളിലോ ഉണ്ടായതുപോലെ ഒരു ജൻസി പ്രക്ഷോഭത്തിന്, പരസ്യ കലാപത്തിന് കോൺഗ്രസ് എവിടെയെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? വിദ്യാർത്ഥികളോട് തെരുവിലിറങ്ങാൻ, യുവതയോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, അങ്ങനെയുള്ള ആ ചർച്ചയ്ക്കിടയിലാണ് ഈ പറഞ്ഞ പ്രിന്റു മഹാദേവ് സമനില തെറ്റിയതുപോലെ ക്ഷുഭിതനാകുന്നതും പൊട്ടിത്തെറിക്കുന്നതും. അങ്ങനെ എങ്ങാനും ചെയ്താൽ, അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ ഇന്ത്യയിൽ അതിനുള്ള തന്റെ ഇടം കാണിച്ചാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലും വെടിയുണ്ട കയറും എന്നാണ് അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് അവതാരക താങ്കൾ തന്നെ പലവട്ടം പറഞ്ഞു, അത് തെറ്റായിപ്പോയി, അത് പിൻവലിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അതേക്കുറിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ പ്രസ്താവനയിൽ ഉറച്ചു നിന്ന് വീണ്ടും ആക്രോശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വളരെ നിർഭാഗ്യകരമാണ്. പ്രിന്റുവിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ BJPയുടെ എന്താ പറയുക, ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി കാണുന്നൊരു മുഖമാണ്. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ തന്റെ ഭാഗം പറയാറുണ്ട്, നന്നായി പറയാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. ഇതിലൊന്നും എനിക്ക് തർക്കമില്ല.
പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് തീർത്തും നിർഭാഗ്യകരമാണ്. ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അവകാശമുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് കൊള്ളക്കെതിരെ അല്ലെങ്കിൽ അതുപോലെ തന്നെ അനീതികൾക്കെതിരെ ഈ പറഞ്ഞതുപോലെ ബീഹാറിലെ സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധി അതിശക്തമായിട്ട് രംഗത്തിറങ്ങുന്നു. അതുപോലെ തന്നെ ഈ ലഡാക്കിലെ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു, അത് അവരെ പ്രകോപിപ്പിച്ചു. അവിടുത്തെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിക്കുന്നു. ഇതിന്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ലഡാക്കിൽ അന്ന് റോണി കെ ബേബി പറഞ്ഞതുപോലെ ലഡാക്കിൽ 2019 ഒക്കെ ജയിച്ച പാർട്ടിയാണ് BJP. അവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം തൊഴിലില്ലായ്മ അടക്കം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യാതെ അവിടുത്തെ ചെറുപ്പക്കാര് സമരരംഗത്ത് ഇറങ്ങുമ്പോൾ ആ സമരത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കാതെ പകരം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ ആക്രോശിക്കുകയും അദ്ദേഹത്തെ വേണ്ടി വന്ന വെടിവെച്ച് കൊല്ലും എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു സമീപനം എത്ര നിർഭാഗ്യകരമാണ്. എന്തൊരു ഫാസിസ്റ്റ്, എന്തൊരു ധിക്കാരപരമായ സമീപനമാണിത്. മാത്രമല്ല അതിനേക്കാൾ നിർഭാഗ്യകരം, ഇത്രയും പച്ചയ്ക്ക് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലും, വേണ്ടി വന്നാൽ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ അദ്ദേഹം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ തെരുവിലിറങ്ങിയാൽ, ഈ പറഞ്ഞ ജൻസി പ്രക്ഷോഭം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹം തെരുവിലിറങ്ങിയാൽ അദ്ദേഹത്തിന്റെ നെഞ്ചിന് വെടിയുണ്ട കയറും എന്ന് പറയുന്ന ആ അഹങ്കാരത്തെ, ആ ധാർഷ്ട്യത്തെ ഒന്ന് തള്ളി പറയാൻ ഇന്ത്യയിലെ ദേശീയ തലത്തില് BJP തയ്യാറായിട്ടില്ല. കേരളത്തിലെ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ട്, ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ട് അതിനെതിരെ ഒരു കേസെടുക്കാനോ ഏതെങ്കിലും നിയമോപദേശം തേടി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ കേരളത്തിലെ സർക്കാരും തയ്യാറാവുന്നില്ല എന്ന് വരുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന്. മാത്രമല്ല, മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രോശം ഉണ്ടാവുന്നെങ്കിൽ എന്തായിരിക്കും കോലാഹലം, എന്തായിരിക്കും? തീർച്ചയായും ഇപ്പോഴും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു മറുപടി ഇതിൽ ഉണ്ടായിട്ടില്ല. ഒരു തിരുത്തോ തള്ളിപ്പറയലോ കൃത്യമായി ഉണ്ടായിട്ടില്ല. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പ്രിന്റു മഹാദേവിനെതിരെ എന്നതാണ് സാഹചര്യം. ഈ വിഷയത്തിൽ ആകെ പ്രതികരിച്ചിട്ടുള്ളത് വി മുരളീധരൻ മാത്രമാണ്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്നത് ഏതാണ്ട് BJP നേതൃത്വം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ ഒരു BJP പ്രതിനിധിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് പറയാൻ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ടവർ നമുക്ക് നൽകിയത് എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ BJP നേതൃത്വത്തിൻ്റെതായി വന്നിട്ടുള്ള ആകെയുള്ള പ്രതികരണം വി മുരളീധരൻ്റെതാണ്. അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് വാർത്താ സമ്മേളനത്തിനിടെ ഉയർന്ന ചോദ്യങ്ങളോട് എന്നത് ഒന്ന് കേൾക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കും. അങ്ങനെ ഒരു ചർച്ച തന്നെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ചർച്ച. ശ്രീ മിഥുൻ വിജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, താങ്കൾ ഒരു വലത് നിരീക്ഷകനാണല്ലോ. നോക്കൂ, ഇവിടെ പകൽ പോലെ വ്യക്തമാണ് പ്രിന്റു മഹാദേവ ചർച്ചയിൽ എന്താണ് പറഞ്ഞത് എന്നത്. അത് ആവർത്തിച്ച് നമ്മൾ ഓരോ വാർത്തകൾക്ക് മുൻപിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടായ വാർത്തയല്ല. കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ദേശീയ തലത്തിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുന്നു. അമിത്ഷായ്ക്ക് KC വേണുഗോപാൽ കത്തയക്കുന്ന സാഹചര്യവുമുണ്ടായി. അതിൽ പ്രതികരണം തേടുമ്പോഴാണ് വി മുരളീധരന്റെ ഈ പ്രസ്താവന ഉണ്ടാകുന്നത്. ഒരു തിരുത്തെന്നോ തള്ളിപ്പറയലെന്നോ പോലും പറയാൻ പറ്റുമോ വി മുരളീധരന്റെ വാക്കുകളെ? നമുക്ക് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും നമുക്ക് ആർക്കും യോജിക്കാനോ അല്ലെ അതിനെ ന്യായീകരിക്കാനോ ഒന്നും കഴിയില്ല. കാരണം ഒരു ചാനൽ ചർച്ചയിലാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. ഇനി അങ്ങനെ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ തിരുത്തിയില്ല എന്നത് അതിലേറെ മോശമായ ഒരു കാര്യമായി പോയി എന്ന് തന്നെ പറയാനുള്ളൂ. അതിൽ BJP ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈവ് ഡിബേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹൈ അഡ്രിനലിൻ ഏരിയ ആണ്. അവിടെ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു ഹോട്ട് കോഗ്നിഷനൊക്കെ വരുമ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് പിന്നെ തിരുത്താറൊക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ പോലും ഒരു മാപ്പ് പറഞ്ഞില്ല എന്നതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിലേക്ക് BJP തീർച്ചയായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഈ പറഞ്ഞ പോലെ സ്പോക്സ് പേഴ്സൺസിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ടിയുടെ ഇമേജിനെയാണ് അത് പൂർണ്ണമായിട്ടും ബാധിക്കുന്നത്. പാർട്ടിയുടെ ആക്ച്വലി ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ പൂർണ്ണമായിട്ടും ബാധിക്കും.
പിന്നെ ഇനിയിപ്പോ പ്രിന്റു മഹാദേവ് പറഞ്ഞത് കൊണ്ട് ഈ വിഷയം ഇത്രയധികം എന്താ പറയുക വലിയ രീതിയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു, വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകുന്നു, അത്രമാത്രം പേടിക്കേണ്ട ഒരു കാര്യമാണോ എന്നത് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പ്രിന്റു മഹാദേവ് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതായിരുന്നു എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അതൊരു താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? പേടി എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് എന്താണ്? ഏതെങ്കിലും സംഘപരിവാർ നേതാവിന്റെ ഭീഷണിയിൽ പേടിച്ചു പോകുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കൾ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് പേടിയല്ല, പേടി കൊണ്ടല്ല പ്രതികരണം. അല്ല, ഞാൻ അതിന് ടെക്നിക്കാലിറ്റീസിലേക്കാണ് പറഞ്ഞത്. കാരണം രാഹുൽ ഗാന്ധിക്ക് എന്തായാലും CRPF കവർ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പ്രിന്റു മഹാദേവൻ എന്തായാലും പേടിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് ഉദ്ദേശമുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റ് ഓഫ് മിഥുൻ, ഈ CRPFന്റെയോ അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെയോ സംരക്ഷണം ഇല്ലാതെയല്ല രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽ 2 രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാ സുരക്ഷയിലും ഉണ്ടായിട്ടുള്ളതാണ് ആ രക്തസാക്ഷികൾ. രാഹുലിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോ ഈ ഫാസിസത്തിനെതിരെയോ വർഗീയതയ്ക്കെതിരെയോ നിലപാടെടുക്കുന്നതിനെയോ അതൊന്നും പിന്തിരിപ്പിച്ചിട്ടില്ല. നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ നിലപാടിലേക്ക് നമ്മൾ വന്നു കഴിയുകയാണെങ്കിൽ പിന്നെ ഈ ചർച്ച വേറൊരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. ഞാൻ നിലപാടുകളിലേക്ക് കടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ. അല്ല, സുരക്ഷാ സേനയുടെ മാത്രം ആ സുരക്ഷയിൽ മാത്രമാണ് അദ്ദേഹം ഭയപ്പാടില്ലാതെ നിൽക്കുന്നത് എന്ന ധ്വനി താങ്കളുടെ വാക്കുകളിൽ നിന്ന് വന്നതുകൊണ്ടാണ്. അല്ല, രാഹുൽ ഗാന്ധിക്ക് അപ്പോൾ സെക്യൂരിറ്റി കവർ വേണ്ടതാണോ? അത്രയ്ക്ക് ധൈര്യശാലിയാണോ? അല്ല, ഇങ്ങനെയുള്ള പരസ്യ ഭീഷണി പോലും മുഴക്കുകയും അത് തങ്ങളുടെ നിലപാടാണ് എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് സുരക്ഷ എന്തായാലും വേണം. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പാടുള്ളവർ ആ നിലപാട് സ്വീകരിക്കില്ലല്ലോ, ആവർത്തിച്ച് അതിനുവേണ്ടി പോരാടില്ലല്ലോ. ഇവിടെ രാജ്യത്ത് വർഗീയതയെയും ഫാസിസത്തെയും ഇതേ രീതിയിൽ ചെറുക്കുന്ന മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ? അവരെ ചൂണ്ടിക്കാട്ടി പേടി എന്നൊരു വാക്ക് താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ പേടിയില്ലാത്തൊരു നേതാവല്ലേ നരേന്ദ്രമോദി? അങ്ങനെയൊക്കെ പറയാച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കിങ്ങനെ ഒരു വാക്തർക്കത്തിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ BJP-ക്കാരോട് ചോദിക്കുന്ന ശൈലിയിൽ എന്നോട് ചോദിക്കണ്ട. ഞാനിത് ഈ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്ന BJP-ക്കാരോടല്ല. മിഥുൻ സൂചിപ്പിച്ച വാക്കിൽ ഞാൻ എന്റെ കാര്യം ചോദിച്ചു എന്നേ ഉള്ളൂ. BJP-ക്കാരോടായാലും മിഥുനോടായാലും അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാൻ അവിടെ തന്നെയാണ്. താങ്കൾക്ക് അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പ്രിന്റു മഹാദേവ് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് നടക്കുന്ന ഒരു നേതാവാണ് BJP-യിലെ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ചർച്ചയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ താല്പര്യമുള്ള ഒരു നേതാവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ്ങോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെ വന്നുപോയി. പക്ഷെ അയാൾക്ക് അതിൽ തിരുത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് മാപ്പ് പറയുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്ക് ആ ഒരു വിഷയം അങ്ങനെ ചർച്ച ചെയ്യാം. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് വലിയ വധഭീഷണി ഉണ്ടെന്നും അതിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു വിക്ടിം കാർഡ് നിങ്ങൾ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യേണ്ട രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വിക്ടിമൈസ്ഡ് പൊസിഷനിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ രാജാ പട്ടേരിയ എന്ന് പറഞ്ഞൊരു മുൻ മന്ത്രി, പ്രിന്റു മഹാദേവ് ഒന്നും മുൻ മന്ത്രി ഒന്നല്ലല്ലോ, ഒരു മുൻ മന്ത്രി കോൺഗ്രസിന്റെ പറഞ്ഞിട്ടുണ്ട് മോദിയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത്. പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ഭീഷണി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല, അത് ചെറുക്കപ്പെടേണ്ടതാണ്. അതിനെതിരെ നിയമ നടപടികൾ എടുക്കാൻ പറ്റുന്നത് തരത്തിൽ ആ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതിന് കോൺഗ്രസ് എന്നോ BJP എന്നോ RSS എന്നോ അങ്ങനെ ഒന്നുമില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ താങ്കളോട് ചോദിച്ചല്ലോ, താങ്കൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ ഒരു സംഭവം ഒന്നല്ല. പ്രത്യേകിച്ച് പ്രിന്റു മഹാദേവ് എന്ന് പറഞ്ഞ് BJP-യിൽ വളർന്നു വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കൂടെ കേരള സമൂഹത്തിൽ ഉണ്ടാവണം. കാരണം അയാൾ അങ്ങനത്തെ ഒരു കൊലപാതകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, അല്ല അങ്ങനത്തെ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളല്ല. അപ്പൊ ഈ ഒരു വിഷയത്തെ ക്ഷമിക്കാനുള്ള സമീപനം സമൂഹത്തിന് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് 4 ദിവസത്തിന് ശേഷം ആ ചർച്ചയിൽ തന്നെ അവസരങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അത് തിരുത്താൻ തയ്യാറായില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ 4 ദിവസമായല്ലോ ഈ പ്രതിഷേധങ്ങൾ. ഇന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു വാർത്താക്കുറിപ്പിലൂടെ അദ്ദേഹത്തിന് തിരുത്താമല്ലോ, അത് അദ്ദേഹം ചെയ്തില്ലല്ലോ. BJP നേതൃത്വത്തിന് നിലപാടെടുക്കാമല്ലോ. താങ്കൾ പറഞ്ഞത് തെറ്റാണ്, തിരുത്തണമെന്ന് പറയാലോ. താങ്കൾ ഇവിടെ ചർച്ചയിൽ പറഞ്ഞില്ലേ, ആ പറഞ്ഞത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ BJP നേതൃത്വത്തിന് തിരുത്താമല്ലോ. അവരുടെ സംസ്ഥാന വക്താവാണ് അദ്ദേഹം, എറണാകുളം മേഖലാ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് തിരുത്താമല്ലോ, ഈ പ്രസ്താവന ശരിയായില്ല, അത് തിരുത്തേണ്ടതാണ് എന്ന് പറയാമല്ലോ, തിരുത്താമല്ലോ, ഒരു വരി കുറിപ്പ് പുറത്തിറക്കാമല്ലോ. അത് ചെയ്യാത്തടുത്താണല്ലോ ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അല്ല, ആ വിഷയത്തിൽ എനിക്ക് താങ്കളെ പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പാണ്. അങ്ങനെ ചെയ്യണം. BJP ആ വിഷയത്തിൽ പ്രതികരിക്കണം. ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാൽ പ്രിന്റു മഹാദേവ് ആ മാപ്പ് പറയണം. അതിൽ തെറ്റൊന്നുമില്ല, അതിലൊരു തെറ്റുമില്ല. പ്രിന്റു മഹാദേവ് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് ഇവിടെ എന്തോ വലിയ വധഭീഷണിയുണ്ട്, അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സെക്യൂരിറ്റി കവർ കൂട്ടണം, CRPF-ന്റെ എന്താ പറയുക കുറെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രിന്റു മഹാദേവ് ഇവിടെ രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ നടക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു രാഹുൽ ഗാന്ധിക്ക് ഒരു വിക്ടിം കാർഡ് കൊടുത്തുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് ഈ ചർച്ച കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അദ്ദേഹം അതിന് മാപ്പ് പറയുക തന്നെ വേണം. BJP അതിൽ പ്രതികരിക്കാൻ വേണം, അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വേണം.
പക്ഷെ ആ ഒരു ചർച്ച അങ്ങനെ അദ്ദേഹം പറഞ്ഞു പോയി എന്നതിന്റെ പുറത്ത് എന്താ രാഹുൽ ഗാന്ധിക്ക് എന്തോ വലിയ വധഭീഷണിയുണ്ട് ഈ രാജ്യത്ത്, രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ ഇവിടെ സംഘപരിവാർ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. താങ്കൾക്ക് വേണമെങ്കിൽ അതൊരു ചർച്ചയിലൊക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ നമുക്കത് എന്താ പറയുക 2 മണിക്കൂർ ചർച്ച ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആളുകൾക്കോ എല്ലാം അറിയാം അദ്ദേഹത്തിന്റെ വായിന്ന് വന്ന് വീണുപോയൊരു കാര്യമാണ്. അത് അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല, അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിച്ചില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ അതാ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു മുൻ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മോദിയെ കഷ്ണമാക്കണം എന്നൊക്കെ. ഇമ്രാൻ മസൂദ് പറഞ്ഞത് മോദിയെ, അതായത് കാൻഡിഡേറ്റ് ആണ് യുപിയിലെ മൊറാദാബാദിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മൊറാദാബാദിലെ കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മോദിയെ കഷ്ണമാക്കണം എന്നാണ്. അതിലൊന്നും കോൺഗ്രസ് ഒരിക്കലും ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. പിന്നെ കോൺഗ്രസിന് നമുക്കൊക്കെ വളരെ സുപരിചിതയായിട്ടുള്ള കോൺഗ്രസിന്റെ ഷമാ മുഹമ്മദ്, അവർ ചാനൽ ചർച്ചയിലൊക്കെ കയറി കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഇംഗ്ലീഷ് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ത്യ ടുഡേയിലോ ഏതൊരു ചർച്ചയിൽ കണ്ടാണ് BJP പ്രതിനിധി അവർ വളരെ മോശമായ രീതിയിലായിരുന്നു ഒരു എന്താ പറയാ അവരുടെ കാണാൻ കൊള്ളില്ല എന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ചർച്ചകളിൽ പലപ്പോഴും കോൺഗ്രസിന്റെ കൊലവിളി പ്രസംഗത്തെയോ വിദ്വേഷ പ്രസംഗത്തെയോ മറ്റുള്ളവർ കാണിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങളും കാണിച്ചിട്ടില്ലേ, നിങ്ങളിൽ ചിലർ കാണിച്ചിട്ടില്ലേ എന്നത് പറഞ്ഞ് ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ മിഥുൻ. അത് ഒരു തലത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, യോജിക്കാൻ പറ്റുന്ന കാര്യവുമല്ല. തെറ്റാര് ചെയ്താലും തെറ്റെന്ന് പറയാൻ ആ നേതൃത്വത്തിന് കഴിയണം. നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നിടത്ത് ഇടപെടലും അനിവാര്യം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിജേഷ് അരവിന്ദ് നമുക്കൊപ്പം ചേരുന്നു, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾ തത്സമയം വളരെ പെട്ടെന്ന് തന്നെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലാണ് നിജേഷ് ഉള്ളത്. നിജേഷ്, ഈ വിഷയത്തിൽ വിക്ടിം കാർഡ് ഇറക്കുന്നു എന്നൊരു പരാമർശമാണ് വലത് നിരീക്ഷകനായ മിഥുൻ വിജയകുമാർ നടത്തുന്നത്. BJP ഇതുവരെ ശ്രീ നിജേഷ് കേൾക്കാമോ? നിജേഷിലേക്ക് അല്പസമയത്തിനകം എത്താം. ഇപ്പോൾ ശ്രീ MN കാരശ്ശേരി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്റെ വാചകങ്ങൾ താങ്കൾ ആവർത്തിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് അതിന്റെ ഒരു പൂർണ്ണരൂപം പറയണേ. അല്ലാതെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ അടർത്തിയെടുത്ത് ഞാൻ എല്ലാം പറയാനാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ലല്ലോ ശ്രീ മിഥുൻ. ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റും. എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ സാധ്യമല്ലല്ലോ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MN കാരശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ MN കാരശ്ശേരി, രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഒരു വധഭീഷണി എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടായതാണ്. പറഞ്ഞു പോയപ്പോൾ സംഭവിച്ചു പോയതാണെങ്കിൽ അത് പിന്നീട് തിരുത്താവുന്നതായിരുന്നു. കോൺഗ്രസ് ഇപ്പോൾ അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ, ദേശീയ തലത്തിൽ തന്നെ ആ വിഷയം ഉന്നയിക്കുന്നു. സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം നടത്തുന്നു. അതിലൊരു തിരുത്ത് ഉണ്ടാകാതെ പോകുന്ന സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്കറിയാം, സംഘപരിവാരുമായി ബന്ധപ്പെട്ടായാലും BJPയുമായി ബന്ധപ്പെട്ടായാലും ഒരുപാട് കൊലവിളി പ്രസംഗങ്ങളും വിദ്വേഷ പരാമർശങ്ങളും നടത്തിയ നേതാക്കന്മാർ ഉണ്ട് എന്നത്. അത് വലിയ ഒരു വർധന അതുമായി ബന്ധപ്പെട്ട് 2024 കണക്കുകൾ പരിശോധിച്ചാൽ വലിയ വർധന അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു യോഗ്യതയായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടായിരിക്കുമോ തിരുത്തുണ്ടാകാതെ പോകുന്നത്? രേണുക, ഞാൻ ആ ചർച്ച അപ്പോഴല്ലെങ്കിൽ പിന്നീട് കണ്ടു. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു പ്രയോഗമാണ് BJPയുടെ വക്താവ് പ്രിന്റു മഹാദേവ് നടത്തിയത്. കാരണം അദ്ദേഹം BJPയുടെ വക്താവാണ്. BJP ഈ നാട് ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി, ഇവിടുത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ BJPക്കാരാണ്. അപ്പൊ ഇവിടുത്തെ ജനാധിപത്യം അഹിംസാനിഷ്ഠമായാൽ മാത്രമേ ജനാധിപത്യമാവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവർക്കാണ് വേണ്ടത്. അദ്ദേഹം ആ പറഞ്ഞതൊക്കെ വളരെ അധികം ഒരു ലാഘവബുദ്ധിയോടുകൂടി ഒരു ഇളഞ്ചിരിയോടുകൂടിയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള ഒരു ധിക്കാരം അതിനകത്തുണ്ട്. അതിപ്പോ വശാൽ പറഞ്ഞു പോയതാണ് എന്ന് പറയാൻ നമുക്ക് പറയാനില്ല. പക്ഷേ മനഃപൂർവ്വം നേരത്തെ കരുതിക്കൂട്ടി പറഞ്ഞതാണെങ്കിലും സാഹചര്യവശാൽ പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞയാള് അത് പിൻവലിച്ച് മാപ്പ് പറയണം. BJP എന്നുള്ള പാർട്ടി അതിൽ ഖേദം പ്രകടിപ്പിക്കണം. കാരണം ഇങ്ങനെ കൊലവിളി നടത്തിയാൽ ഒരു ചർച്ചയും ആർക്കും നടത്താൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം, ജനാധിപത്യം കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം BJPക്കാണ് കേന്ദ്രത്തില്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ അത് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM ആണ് ഇപ്പൊ ആഭ്യന്തരം നോക്കുന്നത്. CPM-ന്റെ ഉത്തരവാദിത്വം. അപ്പോ ആരാണ് രാഹുൽ ഗാന്ധി? അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയിലെ സമുന്നതമായ ഒരു നേതാവാണ്. ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവാണ്.
ഇതൊന്നും അല്ലെങ്കിൽ ഏത് മനുഷ്യന്റെ നേരെയും ഈ തരത്തിൽ ഒരു വധഭീഷണി മുഴക്കുക എന്ന് പറയുന്നത് പ്രാകൃതമായൊരു ഏർപ്പാടാണ്. രാഷ്ട്രീയ ചർച്ചയൊന്നും അല്ലത്. ഒരാളെ കൊല്ലും, ഒരാളെ മാറിലേക്ക് വെടിവെക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ചർച്ചയാവുക? അപ്പോ നമ്മളിപ്പോ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ അങ്ങനെ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. അതിൽ ഒരാള് കോൺഗ്രസിന് പോയതിനു ശേഷം അങ്ങനെ മഹാത്മാഗാന്ധി 48-ല്, പിന്നെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അവരുടെ പുത്രൻ രാജീവ് ഗാന്ധി, അവരൊക്കെ വെടികൊണ്ട് മരിച്ചവരാണ്. അവരുടെ രാജീവ് ഗാന്ധിയുടെ പുത്രനാണ് ഈ രാഹുൽ ഗാന്ധി. അപ്പോ ഇത് പറയുമ്പോ എന്തൊക്കെയാണ് ഇന്ത്യയിലെ നാനാഭാഗത്തുള്ള ആളുകളുടെ ഓർമ്മയിലേക്ക് വരാന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ സ്ഥാനത്തിരിക്കെ ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛനും അവരുടെ മുത്തശ്ശിയും വെടികൊണ്ട് മരിച്ചു എന്നുള്ള വരുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊന്നും അവർ പ്രഖ്യാപിച്ച് ചെയ്തതായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് അവരുടെ ഒരു അംഗരക്ഷകനാണ്. രാജീവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നത് അദ്ദേഹത്തെ കണ്ട് നമസ്കരിക്കാൻ വന്നു എന്നുള്ള ഭാവത്തിൽ വന്ന LTT ഭീകരന്മാരാണ്. അപ്പോ ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല, ഇത്തരം ഒരു പാർട്ടിക്കും ചേർന്നതല്ല. ഇവിടെ ഇപ്പൊ ഇത് BJP മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ല, മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും. BJP മാത്രമാണോ ഇങ്ങനെ പറയുന്നത്? അല്ല, ഇത് കോൺഗ്രസ്സുകാരോ CPM-കാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരോ അല്ലെ BSP-കാരോ ഒക്കെ പറയുന്നുണ്ടാവാം. ആര് പറഞ്ഞാലും അപ്പൊ വേറൊരാൾ പറഞ്ഞു എന്നുള്ളത് ഇദ്ദേഹത്തിന് പറയാനുള്ള ലൈസൻസ് അല്ലല്ലോ. അപ്പൊ അവനവന്റെ സംസ്കാരം എന്താണ്, അവനവന്റെ രാഷ്ട്രീയം എന്താണ്? ഇതിങ്ങനെ രാഷ്ട്രീയമാവുക? മലയാളത്തിൽ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കുണ്ട്. കൊലപാതകം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചു അല്ലെ അതിൽ പ്രവർത്തിക്കുന്നുള്ളതിന് പേര് വേറെ ഒരു പാർട്ടിക്കാരൻ ആ ആളെ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ ആ ആളെ വെടിവെച്ച് കൊല്ലുക? ഇതിപ്പോ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, പാകിസ്ഥാനിലൊക്കെ എങ്ങനെയുണ്ട്, മറ്റു രാജ്യങ്ങളിലുണ്ട്. ഇപ്പം ട്രംപിന്റെ ഒരു സുഹൃത്തിനെ അമേരിക്കയിൽ വെടിവെച്ച് കൊന്ന ഈ അടുത്ത ആഴ്ചകളിലാണല്ലോ. അപ്പൊ ഇങ്ങനെ വെടിവെച്ച് കൊന്ന ഒരു പ്രശ്നം തീർക്കാനാണെങ്കിൽ അതിന് ജനാധിപത്യം എന്ന് പറയില്ല. ആയുധം കൊണ്ട് പൊരുതുന്നതിന്റെ പേരല്ല ജനാധിപത്യം, ആശയം കൊണ്ട് പൊരുതുന്നതിന്റെയാണ്. അപ്പോ ഇപ്പോ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ഫ്രോയിഡിന്റെ മഹത്തായ ഒരു വചനമാണ്. ദേഷ്യം വന്നപ്പോൾ കല്ലെടുക്കുന്നതിന് പകരം വാക്കെടുത്തപ്പോൾ മനുഷ്യന്റെ സംസ്കാരം ഉണ്ടായി എന്നാണ്. ഞാനത് ആവർത്തിക്കാം. ദേഷ്യം വരുമ്പോൾ കല്ലെടുക്കുന്നതിന് പകരം വാക്കെടുത്തപ്പോൾ മനുഷ്യന്റെ സംസ്കാരം ഉണ്ടായി. ഇത് അങ്ങേയറ്റത്തെ ഒരു കാട്ടുനീതിയാണിത്. ഇത് മനുഷ്യന്റെ നീതിയല്ല, മനുഷ്യന്റെ രീതിയല്ല, ഇതൊക്കെ മൃഗങ്ങളുടെ രീതിയാണ്. നമുക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ നീതിയല്ല. നമുക്ക് ശക്തിയല്ല നമ്മുടെ ശരിയാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് BJP വക്താവിന് അവർക്ക് പറയാനുള്ള ന്യായം പറഞ്ഞാൽ മതി. ലഡാക്കിൽ എന്താണ് നടന്നത്, മണിപ്പൂരിൽ എന്താണ് നടന്നത്, അത് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പങ്ക്, അത് ഇവർ കേസ് കൊടുക്കട്ടെന്നേ. അങ്ങനെയാണല്ലോ ജനാധിപത്യത്തില്. രാഹുൽ ഗാന്ധി അങ്ങനെ വല്ലതും ചെയ്തു എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. ഇനി അങ്ങനെ ഉണ്ടോ അല്ലെന്ന് എനിക്കറിയില്ല. കാരണം ലഡാക്കിൽ നടന്നതായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്, മണിപ്പൂരിൽ നടന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. അതിലൊന്നും നേരിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് വിചാരിക്കാൻ പറ്റില്ല. പിന്നെ ജനങ്ങളുടെ കയ്യിലാണ് അധികാരം, ജനങ്ങളുടെ കയ്യിലാണ് ശക്തി എന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ കാലത്തും എല്ലാ പാർട്ടിക്കാരും പറയുന്നതും പറയേണ്ടതുമായ ഒരു കാര്യമാണ്. അതിപ്പോ ബംഗ്ലാദേശിലെ മാതിരിയോ നേപ്പാളിലെ മാതിരിയോ ഒക്കെ ജനങ്ങളെ ഇളക്കിവിടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് എല്ലാ സംവിധാനം ഉണ്ടല്ലോ. നിങ്ങൾ കേസെടുക്കൂ, എന്നിട്ട് കോടതിയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യൂ, എന്നിട്ട് അത് തെളിയിക്കൂ, എന്നിട്ട് അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കൂ. അല്ലാതെ ഒരു വക്താവ് വന്നിരുന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ മാറിലേക്ക് വെടിവെക്കും എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം പ്രാകൃതമാണ്. കഴിയുന്ന വേഗം അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയാന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സംസ്കാരം. ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ ഒരു കാര്യം കൂടി, ഇന്ന് പവൻ ഖേര പറഞ്ഞത് പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ സമീപനം മാറുന്നത് എന്ന ഒരു വിമർശനം കൂടി പവൻ ഖേര ഉന്നയിച്ചു. അപ്പോൾ നമുക്കറിയാം വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ആവർത്തിച്ച് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും കേന്ദ്ര സർക്കാരിനായാലും ഇല്ല. ആവർത്തിച്ച് ചോദ്യങ്ങളുണ്ട്, മറുപടിയില്ല എന്നൊരു സാഹചര്യം. അവിടെയാണ് രാഹുലിനെതിരെ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ലഡാക്കിലുണ്ടായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കുന്നു, അങ്ങനെയായാൽ ജനങ്ങൾ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലുള്ള ഭീഷണികൾ കൂടി ഉയരുന്നത്. അതെ, എന്താന്ന് വെച്ചാല് എപ്പോഴാണ് ആളുകൾ തെറി പറയുന്നത്? ഉത്തരം മുട്ടുമ്പോഴാണ്. എപ്പോഴാണ് ആളുകൾ ഭീഷണി മുഴക്കുന്നത്? ഉത്തരം മുട്ടുമ്പോഴാണ്. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ആശയമുണ്ടെങ്കിൽ അത് പറയാ. അതിനല്ലേ
ചർച്ച എന്ന് പറയുന്നത്, അല്ലാതെ ഭീഷണിപ്പെടുത്താനാണ് ചർച്ച. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതി അഹിംസ പരമമായ ധർമ്മമാണ് എന്ന് ആവർത്തിക്കുന്ന ഒരു പുസ്തകമാണ് മഹാഭാരതം. ഹിംസ എത്ര വലിയ ആപത്താണ് എന്ന് കാണിക്കാൻ വേണ്ടി അതിനുവേണ്ടി കൂടി എഴുതപ്പെട്ട പുസ്തകമാണ് മഹാഭാരതം. ഇവിടെ ഉണ്ടായ വലിയ ആത്മീയ പുരുഷന്മാര്, ജൈനനാണെങ്കിലും ബുദ്ധനാണെങ്കിലും ആവർത്തിക്കുന്ന ഒരു ആശയമാണ് അഹിംസ. നമുക്കിപ്പോ നമ്മുടെ 20ാം നൂറ്റാണ്ടില് ഗാന്ധി അത് ജനാധിപത്യത്തിന്റെ കാലത്ത് ശരിയാണ്, അത് പ്രായോഗികമാണെന്ന് കാണിച്ചു തന്നതാണ്. ആ അഹിംസാ മന്ത്രം കേട്ട് വളർന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാനൊക്കെ. അപ്പോ ഈ ഹിംസ എന്ന് പറയുന്നത് രാജാധിപത്യത്തിന്റെ കാലത്ത് മാത്രം ശരിയാണ്, ജനാധിപത്യത്തിന്റെ കാലത്ത് അഹിംസയാണ് ശരി. അപ്പോ ഇവർക്ക് മണിപ്പൂരിലെയോ ലഡാക്കിലെയോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലെയോ ജനമുന്നേറ്റങ്ങളെ, ജനരോഷത്തെ, ജനാഭിപ്രായത്തെ മാനിക്കാൻ കഴിയുന്നില്ല, അതിന് മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനൊരു ബലിയാടിനെ കണ്ടെത്തിയിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും രാഷ്ട്രീയ പ്രവർത്തനം, അതൊക്കെ തക്കിടികളാണ്. മാത്രമല്ല ഈ തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ജീർണത കാണിക്കുന്നതാണ്. നമ്മുടെ ചെറുപ്പക്കാരെയും യുവാക്കളെയൊക്കെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കേട്ടിട്ടാണോ ഇതിനൊക്കെയാണോ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്? എനിക്കറിഞ്ഞുകൂടാ. എപ്പോഴും ഇന്ത്യൻ പാരമ്പര്യത്തെ പറ്റി വളരെ അഭിമാനം കൊള്ളുകയും അതിന് പിടിച്ച് ആണയിടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പൊ അവര് ആലോചിക്കേണ്ടതാണ്. അതായത് ഞാൻ ആവർത്തിക്കുകയാണത്, അഹിംസയുടെ മൂല്യം കാണിക്കാൻ വേണ്ടി ഹിംസ എത്ര നിരർത്ഥകമാണ്, യുദ്ധം എത്ര നിഷ്ഫലമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കൂടി എഴുതിയതാണ് നമ്മുടെ ഏറ്റവും വലിയ പുസ്തകം മഹാഭാരതം. ലോകത്തിലെ തന്നെ വലിയ പുസ്തകങ്ങളിൽ ഒന്നാണ്. അപ്പോ ഹിംസ പറയുക, ഹിംസക്ക് ആഹ്വാനം കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ഞാൻ പറയാണ് മനുഷ്യർക്ക് ചേർന്നതല്ല, സംസ്കാരമല്ല, അത് പ്രാകൃതമായ രീതികളാണ്. അത് രാഷ്ട്രീയമോ സംസ്കാരമോ മതമോ കലയോ ഒന്നുമല്ല. അതുകൊണ്ട് കഴിയുന്ന വേഗം ഇന്ത്യൻ പാരമ്പര്യത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബഹുമാനമുണ്ടെങ്കിൽ, ജനാധിപത്യത്തെ പറ്റി എന്തെങ്കിലും അദ്ദേഹത്തിന് ആധിയുണ്ടെങ്കിൽ, ചർച്ചയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിൽ ആ പറഞ്ഞ ആള് അത് പിൻവലിച്ച് മാപ്പ് പറയണം. BJPയിൽ ഖേദം പ്രകടിപ്പിക്കണം. ഇനി ഇത് ഉണ്ടാവുകയില്ല എന്ന് BJP ഉറപ്പാക്കണം. ഇത് BJPക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല. ഇത് കോൺഗ്രസിനും CPM-നും മുസ്ലിം ലീഗിനും DSPക്കും മറ്റെല്ലാ പാർട്ടികൾക്കും ഒരുപോലെ ബാധകമാണ്. കാരണം നമ്മളൊരു ബഹുകക്ഷി ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം കൊണ്ടു നടക്കുന്നത് നമ്മളാണ്. 140 കോടി ജനങ്ങളുള്ള അനേകം വൈവിധ്യങ്ങളുമുള്ള ഒരു ജനസമൂഹത്തെ കൊണ്ടു നടക്കുന്ന കൂട്ടരാണ് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. തീർച്ചയായും. ശ്രീ M. N. കാരശ്ശേരി, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇന്ന് 4ാം ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന ഏക BJP നേതാവ് മുൻ മന്ത്രി വി മുരളീധരനാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ആരോപണങ്ങൾ, BJPക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങൾ അപഹാസ്യമെന്നാണ്. ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്, രാജ്യത്തെ തന്നെ വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP. ആ പാർട്ടി അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരമൊരു നീക്കം നടത്തുമെന്ന് പറയുന്നതിലെ അപഹാസ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇല്ല, കേരളത്തിലെ ഒരു ചെറിയ ചർച്ച പോലും ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കുന്ന പാർട്ടിയാണ് BJP. സൈബർ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ കമന്റിനെ എത്രയോ ദിവസം കേരളത്തില് വലിയ തോതിൽ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച പാർട്ടിയാണ്. വയനാട് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പതാക കണ്ടപ്പോൾ അത് പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അങ്ങനെയുള്ള BJPയുടെ ഔദ്യോഗിക വക്താവ് ഒരു ചാനലിൽ വന്ന് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് BJP-യാണ്. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അത് പറയാതെ കിടന്ന് ന്യായീകരിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഒരു നിരീക്ഷകൻ എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ആരെയും പേടിച്ചിട്ടല്ല മിസ്റ്റർ രാഷ്ട്രീയ പ്രവർത്തനം വന്നത്. പേടിച്ചിട്ടാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്നെ ഇത് നിർത്തിപ്പോകേണ്ട ആളാണ്. മണിപ്പൂരിലേക്ക് ഇന്നലെയല്ലേ നരേന്ദ്രമോദി പോയത്? അതിനുമുമ്പ് മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പോയ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. അത് നിങ്ങൾ പോവരുത് എന്ന് പറഞ്ഞിടത്തേക്കാണ് രാഹുൽ ഗാന്ധി പോയിട്ടുള്ളത്. കാശ്മീരിൽ ഭാരത് ജോഡോ യാത്ര വരുന്ന സമയത്ത് കാശ്മീരിൽ പോവരുത് എന്ന് പറഞ്ഞാണ് പല സ്ഫോടനങ്ങൾ ഉണ്ടാക്കി നോക്കി. എന്നിട്ടും അവിടേക്ക് പോയി ജനുവരി 30-ാം തീയതി ശ്രീനഗറിൽ പതാക ഉയർത്തിയ പ്രസംഗിച്ച മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. എന്റെ അച്ഛനും എന്റെ മുത്തശ്ശിയും കൊല ചെയ്യപ്പെട്ടത് അത് നേരിട്ട് അറിഞ്ഞ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. സ്വന്തം അച്ഛന്റെ ചിന്നിച്ചെതറിയ
ശരീരഭാഗങ്ങൾ എടുത്തു വെച്ചിട്ട് വെള്ള പുതപ്പിച്ച് അതിന്റെ മുന്നിൽ അതാണ് അച്ഛന്റെ മൃതശരീരം എന്ന് പറഞ്ഞ് അതിനെ ചിതയൊരുക്കി അതിന് തീക്കൊളുത്തേണ്ടി വന്ന ഗതികേടുള്ള മകന്റെ പേരാണ് രാഹുൽ ഗാന്ധി. സ്വന്തം മുത്തശ്ശിയുടെ ചോര ഒഴുകുന്ന, സ്വന്തം മുത്തശ്ശിയുടെ മൃതശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ഗതികേടുള്ള മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. ജീവിക്കാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ടല്ല. വേണമെങ്കിൽ നേരത്തെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രധാനമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ കിട്ടുമായിരുന്നു. അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി അന്വേഷിച്ചു പോയ മനുഷ്യനുമല്ല, മറിച്ച് ഇന്ത്യ രാജ്യം മുഴുവൻ നടന്ന് ഇന്ത്യയിലെ സാധാരണക്കാരന്റെ ശബ്ദം കേട്ട് ഇന്ത്യയിൽ BJP വിതച്ച വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ, വെറുപ്പിന്റെ കമ്പോളത്തിൽ നമുക്ക് സ്നേഹത്തിന്റെ കട തുറക്കാം. നിങ്ങളെ വെറുപ്പ് മാറ്റിവെക്കണം. നമുക്ക് സ്നേഹത്തിന്റെ ഒരു നല്ല നാളെയെ പറ്റി ഉണ്ടാക്കണം. ഇന്ത്യയുടെ ഭരണഘടനയാണ് എനിക്കും നിങ്ങൾക്കും അധികാരം തന്നത് എന്ന് പറഞ്ഞ് കാലങ്ങൾക്ക് ശേഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പ്രയാസങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. മുതലാളിമാരും കുത്തകകളും വരുന്ന സമയത്ത് ധൈര്യപൂർവ്വം അതിനെ എതിരിട്ട രാഷ്ട്രീയ നേതാവിന്റെ പേരാണ്. സ്വാഭാവികമാണ് ശത്രുക്കൾ ഉണ്ടാവും. ഇന്ത്യ രാജ്യത്തെ വലിയ മുതലാളിമാർ, കോടിക്കണക്കിന് രൂപ ദിവസം വരുമാനം വരുന്ന രാഷ്ട്രീയ മുതലാളിമാർ, ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനവും അടിയറ വെച്ച രാഷ്ട്രീയ മുതലാളിമാരെ എതിർക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യയിലെ എല്ലാ കോടതിയിലും എല്ലാ സ്റ്റേറ്റിലും നിരന്തരമായി കേസ് കൊടുത്ത് കുരുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവിന്റെ നെഞ്ചിലേക്ക് വെടിവെക്കണമെന്ന് സ്വാഭാവികമാണ് BJP-ക്കാരുണ്ടാവും. കാരണം രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ഗോഡ്സെയെ തള്ളിപ്പറയാത്ത, ഇന്നും ഗോഡ്സെക്ക് അമ്പലം വെക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച ആളുകൾക്ക് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. നേരത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. MP സ്ഥാനം ഇല്ലാതാക്കിയിരുന്നു. കോടതിയിൽ വെച്ചിരുന്നു. മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു. എങ്ങനെയെങ്കിലും അകത്താക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. രാഹുൽ ഗാന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമാണ് ചൊറിച്ചിലുണ്ടാകും BJP-ക്കാരന്. ആ ചൊറിച്ചിലാണ് ഒരു വക്താവ് എന്ന് പറയുന്ന ഒരാളുടെ വായിലൂടെ പുറത്തേക്ക് വന്നത്. ഞങ്ങളൊക്കെ പറയുന്നു, ഈ അസഭ്യ വർഷം നടത്തിയ ആളുകളെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ഒളിച്ചോടുക BJP. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ നിജേഷ് അരവിന്ദ്, അദ്ദേഹം ഈ പ്രസ്താവനയെ ന്യായീകരിച്ചില്ല. ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണെന്നും തിരുത്തപ്പെടേണ്ടതാണ് എന്നും പറഞ്ഞതിന് ശേഷമാണ് ആ പരാമർശം നടത്തിയത്. ആ ഭാഗം താങ്കൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഞാൻ അദ്ദേഹത്തെ പറ്റിയല്ല പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ പേടിപ്പിക്കുക എന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. മറ്റൊരു കാര്യത്തെ പറ്റി ഞാൻ അദ്ദേഹത്തെ എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പറയുന്നത് BJP വക്താക്കളെ പറ്റിയാണ്. ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന BJP വക്താക്കൾ എവിടെ പോയി? എന്തിനാ ഓടി വിളിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതൊന്നുകിൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഞങ്ങൾ പുറകോട്ട് പോകുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നേരത്തെ പറഞ്ഞ V. മുരളീധരന്റെ രാഷ്ട്രീയ പാർട്ടിക്കില്ലേ? ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കില്ലേ? ഇന്ത്യയിൽ എത്രയോ സ്റ്റേറ്റ് ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലില്ലേ? കേരളത്തിലെ ഒരു ചെറിയ ചർച്ചയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന, ബീഹാറിലെ ബീഡി എന്ന് ലോകം മുഴുവൻ പറഞ്ഞ വക്താക്കളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ BJP? ആ വക്താക്കളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നടക്കുന്നില്ല എന്ന് മാത്രവുമല്ല, വ്യക്തിപരമായി നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കലാപം ഉണ്ടാവുകയാണെങ്കിൽ, കലാപം ഉണ്ടാക്കുകയാണ് എങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. കലാപം ഉണ്ടായിടത്ത് 4 പേരെ തട്ടിയല്ലോ, അതിന് കുഴപ്പമില്ലേ? അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അതിന് രാഹുലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെ, BJP-യെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയ്ക്കകത്ത് ഒരു തുള്ളി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അധികാരത്തിലേക്ക് എത്തി ആ അധികാരത്തെ മത്തുപിടിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ചോരകളിലൂടെ, ചോരപ്പുഴയിലൂടെയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലേക്ക് വന്നത്. 3 പതിറ്റാണ്ട് മുമ്പ് ഗുജറാത്തിൽ നടന്ന രാഷ്ട്രീയ കലാപത്തിന്റെ പ്രോഡക്റ്റ് ആണ് നരേന്ദ്രമോദിയും അമിത്ഷായും. ഒരുപാട് കേസുകൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യത്തെ ജുഡീഷ്യറിയെ ഏതൊക്കെയോ രീതിയിൽ ഇല്ലാതാക്കിക്കൊണ്ടാണ് കടന്നു വന്നത്. ബലാത്സംഗം ചെയ്ത കൊലപാതകികളെ, സ്വന്തം ഒരു കൊച്ചുകുട്ടിയെ സ്വന്തം ശരീരത്തിൽ നിന്ന് എടുത്ത് കൊന്ന് ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് പാതയൊരുക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എവിടെയൊക്കെ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ, എവിടെയൊക്കെ കലാപം സൃഷ്ടിച്ചിട്ടുണ്ടോ, അതിന്റെ പ്രൊഡക്റ്റ്, അതിന്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ഇവരുടെ പൊളിറ്റിക്സ്. ഉത്തർപ്രദേശിലെ നമുക്കറിയാം, മുസാഫർപൂരിലെ കലാപമാണ് ഉത്തർപ്രദേശിലേക്ക് ഒരുക്കിയിട്ടുള്ളത്. മധ്യപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപമാണ്. ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപമാണ്. എല്ലായിടത്തും എങ്ങനെ കലാപം സൃഷ്ടിക്കാം, ആ കലാപത്തിലൂടെ എങ്ങനെ അധികാരത്തിൽ, പുൽവാമയാണെങ്കിലും ശരി, ഇനി പഹൽഗാം ആണെങ്കിലും ശരി, എങ്ങനെ കലാപത്തിലൂടെ എങ്ങനെ രക്തപ്പുഴ ഒഴുക്കി സാധാരണക്കാരന്റെ, പച്ച മനുഷ്യന്റെ രക്തം കുടിച്ച് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നമുക്കൊരു ഇടവേള അനിവാര്യമായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നിജേഷ്, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരിച്ചെത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജോർജ് പൊടിപ്പാറ,
2024 ഹേറ്റ് ലാബ് റിപ്പോർട്ട് പ്രകാരം മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് രാജ്യത്ത് 2024 മാത്രം ഹേറ്റ് സ്പീച്ചിൽ വന്നിട്ടുള്ള വർധന ചൂണ്ടിക്കാട്ടുന്നു. 74% വർധന ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇതിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥാണ്. 86 ഹേറ്റ് സ്പീച്ചാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം വർധന ഹേറ്റ് സ്പീച്ചിൻ്റെ കാര്യത്തിൽ ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ BJPയിൽ ഏത് പൊസിഷൻ അലങ്കരിക്കുന്ന വ്യക്തിയാണ് എന്നത് നമുക്കറിയാമല്ലോ. മാത്രവുമല്ല, ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം നമ്മൾ ആലോചിച്ചാൽ പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിച്ച ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രധാനമന്ത്രി തന്നെ നടത്തിയ ഹേറ്റ് സ്പീച്ചുകളുടെ എണ്ണം എത്രയാണ് എന്നത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ BJPയിൽ ഇതൊരു അംഗീകാരമായി മാറാനാണോ സാധ്യത? രേണുക, അതായത് നമ്മുടെ രാഷ്ട്രീയം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണം സർവകാല റെക്കോർഡിലേക്ക് പോവുകയാണ്. ആ വിദ്വേഷ പ്രസംഗങ്ങളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി പോലും അത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേളകളിൽ മുതിരുന്നു. അതായത് സമുദായങ്ങളെ, സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, അവർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്ന, അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ഉതകുന്ന രീതിയിൽ പ്രധാനമന്ത്രി പോലും പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന കുറെ കൂടി ഹിന്ദുത്വ മുഖമുള്ള ആ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന, അത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന, ആ തത്വശാസ്ത്രം മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരാൾ 84 തവണ ഈ വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, യഥാർത്ഥത്തിൽ ഇത്തരം ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തുമ്പോൾ BJP നേതാക്കളാണ്, പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ BJPയിലെ മൂന്നാമനായ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണെങ്കിൽ അതൊക്കെ ഒരു അംഗീകാരമോ അലങ്കാരമായി മാറുകയും, മറിച്ച് ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന്, അവരുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന്, ഇനി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയോ ഏറ്റവും വലിയ കുറ്റമോ ആയി മാറുകയും അദ്ദേഹത്തെ നിയമപരമായി വേട്ടയാടാൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്തു. ഏതെങ്കിലും വാക്ക് പ്രധാനമന്ത്രിക്കെതിരെ ഉപയോഗിച്ചാൽ, ഞാൻ അത്തരം വാക്കുകൾ ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്, അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ ന്യായീകരിക്കാനും ഞാൻ തയ്യാറല്ല. പക്ഷെ എങ്ങാനും അത്തരത്തിലുള്ള ഏതെങ്കിലും വാക്കുകൾ വന്നാൽ അത് അതിഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് രാഹുൽ ഗാന്ധിയെ നിയമക്കുരുക്കിലേക്കും ശിക്ഷയിലേക്കും ഒക്കെ എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ച് രാജ്യം മുഴുവൻ മത്സരിച്ച് നിയമ നടപടികളിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ BJPക്ക് ഇത് അനായാസം പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. പ്രിന്റു മഹാദേവ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന വക്താക്കളിൽ ഒരാള് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ, ലഡാക്കുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയ്ക്കിടെ അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ റോണി കെ ബേബിയുടെ ആരോപണങ്ങൾക്ക് മുമ്പിൽ മൊഴിമുട്ടിയപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതായത് ലഡാക്കിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് റോണി കെ ബേബി വളരെ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടുത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ അവർ സമരരംഗത്ത് ഇറങ്ങിയതിനെ കുറിച്ച് പറയുകയല്ല വേണ്ടത്. നിങ്ങൾ 19 ജയിച്ച സ്ഥലത്ത് 24 നിങ്ങൾ 3-ാം സ്ഥാനത്തേക്കായി പോകുമ്പോൾ അതെന്തുകൊണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതിന് പകരം അവിടുത്തെ ചെറുപ്പക്കാരെ സോഷ്യൽ മീഡിയ നിഷേധിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് റോണി കെ ബേബി പറയുമ്പോൾ ഇവിടെ പ്രിന്റു മഹാദേവ് അത്തരം ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾക്കോ മറുപടി പറയാതെ രാഹുൽ ഗാന്ധി ഇപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ ഒരു ജൻസി പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നു. ഇലക്ഷൻ കമ്മീഷനെതിരെ തുടർച്ചയായിട്ട് ആരോപണം ഉന്നയിക്കുന്നു, സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അദ്ദേഹം ബീഹാറിൽ റാലി അല്ലെങ്കിൽ പദയാത്ര നടത്തുന്നു. നേരത്തെ ഇന്ത്യ മുഴുവൻ പദയാത്ര നടത്തി. അപ്പൊ ഇങ്ങനെ രാഹുൽ ഗാന്ധി ഫലത്തിൽ ഒരുതരം കലാപാഹ്വാനമാണ് നടത്തുന്നത് എന്ന് സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. പക്ഷെ അങ്ങനെ ഇന്ത്യയിൽ ഒരു ജൻസി കലാപത്തിനൊക്കെ അദ്ദേഹം ഇറങ്ങിയാൽ, ആ രീതിയിൽ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിയാൽ നെഞ്ചത്തോട് ഉണ്ടകേറും എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് ഇതുപോലെ കലാപാഹ്വാനം അല്ലെങ്കിൽ അന്ന് ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത് ബീഹാറിലൊക്കെ എത്രയോ ലക്ഷങ്ങൾ അണിനിരുന്ന പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി. അന്ന് JP ആരെങ്കിലും വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞോ? അന്ന് ഇവിടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും പാർട്ടി വക്താക്കളും ഒന്നും ഇല്ലായിരുന്നു.
അതായത് ഇതിനെയൊക്കെ കുറെ കൂടി സംയമനത്തോടെ, പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്, വിയോജിപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ലാവണ്യമാണ്. ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ അത് ജനാധിപത്യം അല്ല, അത് സ്വേച്ഛാധിപത്യമാണ്, ഏകാധിപത്യമാണ്, അത് ഫാസിസമാണ്. BJPക്ക് ഒരു പക്ഷേ ഫാസിസമായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ എതിർപ്പിന്റെയോ വിയോജിപ്പിന്റെയോ വിമർശനത്തിന്റെയോ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെയെല്ലാം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തങ്ങളുടെ സ്വാധീന ശക്തി, തങ്ങളുടെ കരുത്ത്, രാഷ്ട്രീയ കരുത്ത് ഉപയോഗിച്ച് ഇല്ലാതാക്കാനുള്ള ഈ പരിശ്രമം ഇത് നല്ലൊരു കാര്യമല്ല. ഒന്ന്, അത് തെറ്റിപ്പോയി. അദ്ദേഹം ആവേശത്തിൽ പറഞ്ഞാണ്. അത്തരം പ്രയോഗങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനോട് യോജിക്കുന്നില്ല. അത് അദ്ദേഹം പിൻവലിക്കേണ്ടതാണ്. ഏറ്റവും പെട്ടെന്ന് അദ്ദേഹം അത്തരം പദപ്രയോഗങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയേണ്ടതാണ്. ശരിയല്ല എന്ന് പറയാനുള്ള, നേരത്തെ ആരാധനായ പ്രൊഫസർ കാരശ്ശേരി പറഞ്ഞതും നിജേഷ് അരവിന്ദ് പറഞ്ഞതും ശരിയാണ്. BJPയുടെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള വലതു നിരീക്ഷകനായിട്ടുള്ള എത്തിയിട്ടുള്ള അദ്ദേഹവും ഇതിനെ അത് തെറ്റായിപ്പോയി, അത് തിരുത്തേണ്ടതാണ്, അത് അത്തരം പ്രയോഗങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്, അതിൽ മാപ്പ് പറയേണ്ടതാണ്, പിൻവലിക്കേണ്ടതാണ്. അതിനുള്ള ഉത്തരവാദിത്വം BJPക്ക് ഉണ്ട് എന്ന് പറയുന്നത് വളരെ ന്യായമായ സമീപനമാണ്. ഇത്തരമൊരു ന്യായം എന്തുകൊണ്ട് BJPക്ക് തോന്നുന്നില്ല? അല്ലെങ്കിൽ ഈ പറഞ്ഞ തീർച്ചയായും വൈകിയെങ്കിലും BJP നേതൃത്വം അതിലേക്ക് എത്തണമെന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും. അത്തരമൊരു തിരുത്ത് അനിവാര്യമാണ് എന്നത് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ശ്രീ മിഥുൻ വിജയകുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയല്ലോ ഇങ്ങനെ ഒരു സാഹചര്യത്തെ കോൺഗ്രസ് വിക്ടിമൈസ് ചെയ്യുന്നു എന്ന തരത്തിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യം. നോക്കൂ, ഗോഡ്സെ ആരാധിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്ന നാടാണ്. ഇതിനോടുള്ള മൗനം എന്ന് പറയുന്നത് അത് വലിയ സന്ദേശമായി പോകത്തില്ലേ? അല്ലെങ്കിൽ ഇതിനൊക്കെ എൻഡോസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സമീപനമായി പോകില്ലേ? അതിനെ ഈ രീതിയിൽ ശക്തമായി അപലപിക്കുകയും പ്രതിഷേധിക്കുകയും തന്നെയല്ലേ ജനാധിപത്യ സമൂഹം ചെയ്യേണ്ടത്? കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിൽ വലിയ ഉത്തരവാദിത്വം തന്നെയില്ലേ? ഇവിടെ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യങ്ങൾ ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊരിക്കലും BJP ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒഫീഷ്യലി ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് BJPയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പക്ഷെ അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം BJP ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ തിരുത്താനും, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു നേതാവാണ് അദ്ദേഹം, അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയും അദ്ദേഹം അതിൽ മാപ്പ് പറയുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ചാനൽ ചർച്ചകളിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ ചർച്ചകൾ മുന്നോട്ട് പോകില്ല. നമുക്ക് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർക്ക് വിളിയും ഒക്കെ ആയിട്ട് നടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനോ ന്യായീകരിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ നമ്മളിവിടെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ പ്രിന്റു മഹാദേവനെ കമ്പയർ ചെയ്യുന്നത് ഗോഡ്സെ അല്ലെങ്കിൽ ഈ ഇന്ദിരാഗാന്ധിയെ കൊന്നവരുമൊക്കെ ആയിട്ട് ആവുമ്പോൾ അത് ആ ഒരു വ്യക്തിയോട് ചെയ്യുന്ന, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു ശരിയാണ്. പക്ഷെ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഒരു പക്വത കാണിക്കാലോ, അയാൾക്കൊരു അവസരം കൊടുക്കാലോ മാപ്പ് പറയാനുള്ള. BJPയുടെ സംസ്ഥാന വക്താവ് അത് പറയുമ്പോൾ ഈ പ്രതികരണം ഉണ്ടാകണ്ടേ മിഥുൻ? താങ്കൾ തന്നെ അത് തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ അതിനെതിരെ ഉയർന്ന ശബ്ദങ്ങളെ എങ്ങനെ തള്ളി പറയാൻ പറ്റും? ഇപ്പോൾ പ്രിന്റു മഹാദേവ് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. BJP വക്താവിനെ കേട്ടിരിക്കുന്ന ആർക്കും ആ രീതിയിൽ ചിന്തിക്കാമല്ലോ. അതൊരു സന്ദേശമല്ലേ? ഒരു വക്താവ് വന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഒരു കാര്യം പറയുന്നു എന്നത് എത്ര പേരെ സ്വാധീനിക്കും? അത് ഒരു പാർട്ടിയുടെ നിലപാടല്ലേ അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഒരു BJP വക്താവിനെ നമ്മൾ ഒരു ചർച്ചയിലേക്ക് വിളിക്കുന്നത് ആ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ എന്നത് പറയാൻ വേണ്ടിയിട്ടല്ലേ? ആ വക്താവിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ വെറും വാക്കുകളാണോ? ആവർത്തിച്ചത് തിരുത്താനും പിൻവലിക്കുന്നില്ലേ എന്നും ചോദിച്ചിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്ന ഈ 4 ദിവസത്തിന് ശേഷവും അതിലൊരു തിരുത്ത് വരുത്താൻ പോലും തയ്യാറായിട്ടില്ല ആ നേതൃത്വം എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം കൂടുതൽ ഉയരുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്റെ വാചകം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് താങ്കൾ ഇടപെട്ടോളൂ. എനിക്ക് പറയാനുള്ളത്, ഇവിടെ പ്രിന്റു മഹാദേവ് പറഞ്ഞ കാര്യം ഒരിക്കലും നമുക്ക് ആർക്കും തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൽ BJP മാപ്പ് പറയുക തന്നെ വേണം. പക്ഷെ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പുറത്ത് തമിഴ്നാട്ടില് സനാതനധർമ്മം മലേറിയ പോലെയാണ്, ഡെങ്കി പോലെയാണ്, അത് ഇല്ലാതാക്കണം, തുടച്ചു നീക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായി ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതിലെ നേതാക്കളെ സപ്പോർട്ട് കാര്യം കൂടെ ഓർമ്മയിൽ മാത്രമല്ല, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, താങ്കൾ ഇവിടെ BJPയുടെ എല്ലാ നേതാക്കളുടെയും ഈ പറഞ്ഞ പോലെ BJPയാണ് ഹേറ്റ് സ്പീച്ച് നടത്തുന്നത് എന്നൊരു രീതിയിലേക്ക് പോലും താങ്കൾ ഈ ചർച്ചയെ കൊണ്ടുപോയിട്ടുണ്ട്. താങ്കളോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജാ പട്ടേരിയുടെ കാര്യം അത് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ഞാൻ വിഷയം വിട്ട് സഞ്ചരിക്കാൻ. വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും, കൊലവിളി പ്രസംഗം ആര് നടത്തിയാലും അതിനെ എതിർക്കണമെന്ന് മാത്രമാണ് ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതാണല്ലോ, ആര് അങ്ങനത്തെ പരാമർശങ്ങൾ നടത്തിയാലും അതിനെ എതിർക്കണമെന്ന് തന്നെയാണ് ശ്രീ മിഥുൻ എന്റെ നിലപാട്. നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. വളരെ വേഗം താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞു നിർത്തിക്കോളൂ.
അല്ല, ഇവിടെ താങ്കൾ ഈ ചർച്ച തുടങ്ങിയതും അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞാനും അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഇതുപോലുള്ള ഹേറ്റ് സ്പീച്ച് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, അതിപ്പോ ഏത് പാർട്ടി ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചില പേരുകൾ പരാമർശിക്കുമ്പോൾ താങ്കൾ ഉടനെ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ആര് പറഞ്ഞാലും എന്നൊരു ജനറൽ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരില്ല. കാരണം ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞല്ലോ. അപ്പൊ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കണം. താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രി ഹേറ്റ് സ്പീച്ച് നടത്തിയത്. ഏതാണ് ഹേറ്റ് സ്പീച്ച് ഒന്ന് പറയാമോ? തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ഹേറ്റ് സ്പീച്ച് നടത്തിയിട്ടുണ്ട്? പ്രധാനമന്ത്രി പറഞ്ഞ വാചകം ഒന്ന് പറയാമോ? ഹേറ്റ് സ്പീച്ച് എന്താണ്? മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള നടത്തിയ എന്താണ് വാചകം എന്ന് പറയാമോ? താങ്കൾക്ക് ഓർമ്മയില്ലേ? താലിമാലയുമായി ബന്ധപ്പെട്ട് ആര് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്? എങ്ങനെ? ഹിന്ദു സ്ത്രീകളുടെ താലിമാലയുമായി ബന്ധപ്പെട്ടും ഒക്കെ നടത്തിയിട്ടുള്ള എത്ര പരാമർശങ്ങളുണ്ട്? നോക്കൂ, അത് രാഹുൽ ഗാന്ധിയുടെ ഒരു എക്കണോമിക് പൊസിഷനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകമാണ്. അതിനെ വേണം നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അത് ബുദ്ധിയുള്ളവർക്കും അരിയാഹാരം കഴിക്കുന്നവർക്കും ഒക്കെ മനസ്സിലായി ആരെയാണ് ഉദ്ദേശിച്ചത്. ഈ ഹേറ്റ് ലാബ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ഹേറ്റ് സ്പീച്ചിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഹേറ്റ് സ്പീച്ചുകളാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ചുക്കാൻ വലിച്ചത് ആരാണ് എന്നത് തന്നെയാണ് ഞാൻ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു. ഒരുപാട് ഉണ്ടായിരുന്നു. വസ്ത്രം കണ്ട് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞത് ആരാണ്? വസ്ത്രം കണ്ട് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞത് ആരാണ്? അപ്പൊ അതിന്റെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ പ്രിന്റു പറഞ്ഞത് അതിനേക്കാൾ ചെറുതാണോ എന്ന് തോന്നിപ്പോവുമായിരിക്കും. പക്ഷേ ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നിനെ ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. ഗോത്രയിൽ മരിച്ച മനുഷ്യരെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മരിച്ച മനുഷ്യരെ, അവിടെ മരിച്ചു വീണ മനുഷ്യരെ എന്തിനോട് ഉപമിച്ചത് എന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതാണ് മാതൃക. അതുകൊണ്ടാണ് ഒരു തിരുത്ത് പോലും 4 ദിവസമായിട്ട് ഉണ്ടാകാത്തത്. അതുകൊണ്ടാണ് ഒരു പ്രതികരണം പോലും ഉണ്ടാകാത്തത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ എം എൻ കാരശ്ശേരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ കാരശ്ശേരി, താങ്കൾക്ക് എന്നെ കേൾക്കാമെന്ന് കരുതുന്നു. ഇവിടെ ഇപ്പോ ഇന്നലെ ഏഷ്യ കപ്പിൽ ഇല്ല സമയം തീർന്നതുകൊണ്ടാണ്. താങ്കൾ പറയാനുള്ളത് പറഞ്ഞല്ലോ. താങ്കൾക്ക് 2 ചാൻസ് കിട്ടി. എല്ലാവർക്കും കിട്ടിയ ചാൻസ് തന്നെ താങ്കൾക്ക് എന്നോട് താങ്കൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ മിഥുൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇല്ല, എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകണം. ശ്രീ കാരശ്ശേരി, ഇന്നലെ ഏഷ്യ കപ്പിന്റെ ഫൈനൽ മത്സരം നടന്ന ദിവസമായിരുന്നു. അതിൽ ഇന്ത്യ ജയിച്ചു. ഇന്ത്യക്കാർ എല്ലാം അത് ആഘോഷിച്ചു. പക്ഷേ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് ഇന്ത്യൻ വിജയത്തിൽ. പക്ഷേ രാഹുൽ ഗാന്ധി പോസ്റ്റ് ഇട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് BJP നേതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ ഫ്രണ്ടാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് ഈ സന്തോഷം ആഘോഷിക്കാത്തത്, പോസ്റ്റ് ഇടാത്തതെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് പ്രദീപ് ഭണ്ഡാരിയും ഇട്ടിട്ടുണ്ട്. അമിത് മാളവിയയും അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കളി കണ്ടിട്ട് പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് രാജ്യസ്നേഹമില്ല. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അത് പാകിസ്ഥാന് ഗുണം ചെയ്യുന്നതായിരുന്നു. പാകിസ്ഥാന്റെ അസിം മുനീറിന്റെ ഫ്രണ്ടാക്കിയിരിക്കുകയാണ്, പാകിസ്ഥാന്റെ ചാരനാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇങ്ങനെയൊക്കെയാണ് സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ, നൽകുന്ന സന്ദേശമെങ്കിൽ അതിനെ എങ്ങനെ കാണണം? അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാതെ, ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഈ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനെ എന്താണ് പറയേണ്ടത്? രേണുക, രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് സമാന്തരമായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. ഭരണപക്ഷം മാത്രമല്ല ജനാധിപത്യം, പ്രതിപക്ഷം കൂടി ചേർന്നാണ്. പ്രതിപക്ഷം മാത്രമല്ല ജനാധിപത്യം, ഭരണപക്ഷം കൂടി ചേർന്നാണ്. അപ്പോ അദ്ദേഹം ഏതെങ്കിലും കളി കണ്ടോ, അതിന് പോസ്റ്റ് ഇട്ടോ തുടങ്ങിയുള്ള വളരെ തുച്ഛമായ അല്പബുദ്ധികൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അതൊക്കെ വളരെ ഗൗരവമുള്ള ജനകീയ പ്രശ്നങ്ങൾ പറയുന്ന കൂട്ടത്തില് അദ്ദേഹം പോസ്റ്റ് ഇട്ടാ നന്ന്, ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഒരാള് ഫുട്ബോൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുന്നുണ്ടോ, സിനിമ കാണുന്നുണ്ടോ, പാട്ട് കേൾക്കുന്നുണ്ടോ, ഇതൊന്നും ആ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ഇപ്പൊ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാർട്ടിയുടെയോ ഒരു ഗവൺമെന്റിന്റെയോ കാര്യമല്ല. പിന്നെ ഗവൺമെന്റിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കലാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് കൃത്യമായ ഫാസിസ്റ്റ് നിലപാടാണ്. കാരണം വിമർശിക്കാൻ സാധിക്കില്ല.
എന്താണ് അവർ പറയുന്നത്? ഇന്ത്യക്ക് അല്ലെങ്കിൽ മണിപ്പൂരിൽ ഇങ്ങനെ ഒരു കലാപം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ലഹളയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ അവമാനിക്കലാണ്, രാജ്യസ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോ പണ്ട് രാജഭക്തിയുടെ കാലത്ത്, പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കേട്ടൊരു പാട്ടുണ്ട്, കുട്ടി ചോദിക്കുകയാണ്, അപ്പൊ പറയാണ് രാജാവ് ഈശ്വരൻ എൻ മകനെ. അപ്പോ കോൺഗ്രസ്സുകാർ പണ്ട് അടിയന്തരാവസ്ഥക്കാലത്ത് പറഞ്ഞ ഒരു വാക്യം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് DK ബറുവ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ACC പ്രസിഡന്റാണ് പറഞ്ഞത്, ഇന്ത്യ ഇന്നലെയാണ്, ഇന്നലെ ഇന്ത്യയാണ്. വളരെ മോശമായ, അതായത് അടിയന്തരാവസ്ഥക്കാലത്തെ ഒരു നിലപാട് എത്ര ജീർണിച്ചതായിരുന്നു കാണിക്കുന്ന ഒരു വാചകം എന്ന തരത്തില് ഇപ്പൊ മോദിയെ വിമർശിച്ചു, അല്ലെ BJP വിമർശിച്ചു, ഉടനെ അത് രാജ്യദ്രോഹമാണ്. അവിടെ കളിച്ചപ്പോ ഇന്ത്യ ജയിച്ചപ്പോ അതിന് പോസ്റ്റ് ഇട്ടില്ല. ഫേസ്ബുക്ക് ഇല്ലാത്ത കാലത്ത് എന്താ ചെയ്യത്? ഫേസ്ബുക്ക് ഇല്ലാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് രാജ്യസ്നേഹം വേണ്ടേ? അല്ലെങ്കിൽ കളി നടന്നില്ല എന്ന് വിചാരിച്ചു. രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാണോ? അപ്പൊ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടി സമരം നടത്തുന്നതും പ്രയത്നിക്കുകയും ചെയ്യുന്നതിനെയാണ് രാജ്യസ്നേഹം എന്ന് പറയാ. എന്നാ നിൽക്കുകയുള്ളൂ. ജനാധിപത്യം ഇല്ലെങ്കിൽ നമുക്ക് മതേതരത്വമില്ല, മതേതരത്വം ഇല്ലെങ്കിൽ നമുക്ക് ജനാധിപത്യമില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ദേശീയതയില്ല. അതിന്റെ പല കാര്യങ്ങളിലും ഇപ്പൊ കളിക്കൊരു പ്രാധാന്യമില്ലെന്ന് ഞാൻ പറയില്ല. അപ്പോ കളി കണ്ട ഒരാള് അദ്ദേഹത്തിന് സന്തോഷം തോന്നിയാൽ പോസ്റ്റ് ഇടും. എത്രയോ ആയിരം ആള്, എത്രയോ ലക്ഷം ആള് പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, പോസ്റ്റ് ഇടാത്ത ആളുണ്ടാവും. അത് പ്രതിപക്ഷ നേതാവ് പോസ്റ്റ് ഇടില്ല എന്ന് ആരെങ്കിലും പറയൂ? അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തം ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ? പൗരാവകാശങ്ങൾക്ക് ബാധ വരുന്നുണ്ടോ? ഏതെങ്കിലും ജനങ്ങൾ അനീതി നേരിടുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെ പറ്റി പഠിച്ചു പറയാം. ഇപ്പോ രാഹുൽ ഗാന്ധി കുറച്ചായിട്ട് അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം പെരുമാറുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വോട്ടുകളുടെ കാര്യം അദ്ദേഹം 6 മാസത്തോളം ഗൃഹപാഠം ചെയ്തിട്ടാണ് ആ സമരവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. തീർച്ചയായും ആ പഠിച്ചു ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിനും ശരിയായ രീതിയിൽ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് പോലും ഇല്ലായിരുന്നു എന്നതാണ്. ക്ഷമിക്കണം ശ്രീ കാരശ്ശേരി മാഷെ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. ശ്രീ നിതേഷ് അരവിന്ദ്, നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ സെലക്റ്റീവാണ് കേസന്വേഷണം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നോക്കിയാൽ പോലും നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ഈ പ്രതിഷേധം പറഞ്ഞ് അവസാനിപ്പിക്കുമോ, അതോ അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെ, ഇവിടെ കേന്ദ്രത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതൊരു ജനകീയ കോടതിക്കകത്തേക്ക് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ ഈ തരത്തിൽ ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, അദ്ദേഹത്തിന്റെ മരണമാണ് ആഗ്രഹിക്കുന്നത് എന്ന് BJPയുടെ ഔദ്യോഗിക വക്താവ് വന്ന് പറഞ്ഞതിനോടുള്ള പ്രതികരണം BJP നടത്തിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇതിനെ ജനകീയ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഇനി CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ പരാതി കൊടുത്ത് മൂന്നാമത്തെ ദിവസമാണെന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ചില കേസിലൊക്കെ എത്ര പെട്ടെന്നാണ് നടപടിയെടുത്തത്. ഒരു FIR പോരാത്തതിന് രണ്ടാമത്തെ FIR എടുത്ത് ആളെ റിമാൻഡ് ചെയ്യാനൊക്കെ തയ്യാറെടുത്ത് കൊണ്ടുപോയ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ച കാര്യങ്ങളുടെ ചേർന്ന് നിൽക്കുകയാണോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നടപടി എടുത്തിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ആഭ്യന്തര മന്ത്രിക്കെതിരെയുള്ള പോരാട്ടം കൂടി ഞങ്ങൾ സമാന്തരമായിട്ട് നടത്തും. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്ത് നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. BJP നേതൃത്വം ഇടപെട്ട് തിരുത്തുമോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.